ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഇത് കുറേ അധികം സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എനിക്കെന്തായാലും. കാര്യം ഞാനിവിടെ വന്നിട്ട് 1.5 വർഷമായി. അപ്പം 1.5 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ നാട്ടിലോട്ട് പോവുകയാണ്. പോകാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്താ പറയുക, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പം അതിന് വേണ്ടി കുറേയധികം പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്. എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ജസ്റ്റ് 2-3 ഡേയ്സ് ആയിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇന്നിപ്പോൾ തോന്നി നല്ല വെതറാണ്. സ്പ്രിങ് ആണെങ്കിലും എവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാതെ സ്നോയും മഴയും ഒക്കെ പെയ്യാറുണ്ട്. ആൻഡ് എന്താ പറയുക, അപ്പം ഇന്ന് പർച്ചേസിങ് കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങളൂടെ വാങ്ങാനുണ്ട്. അപ്പം അതിനുവേണ്ടി പോകാമെന്ന് കരുതി. ആൻഡ് ഇന്നിപ്പോൾ കോഫ്ലാൻഡിൽ പോകണം. പിന്നെ എൻ്റെ കുറേ അധികം എന്താ പറയുക, കുറച്ച് ബോട്ടിൽസൊക്കെ റീസൈക്കിൾ ചെയ്യാനിടാനുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഓരോരോ കാര്യങ്ങളിലേക്ക് നോക്കാം. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി ഇറങ്ങി ഇപ്പോൾ കോഫ്ലാൻഡിലേക്ക് നടക്കുവാണ്. ഇന്ന് നല്ല വെതറായതുകൊണ്ട് എനിക്ക് എന്താ പറയുക, വീഡിയോ എടുക്കാനും ഒരു മൂഡ് തോന്നും. എന്തായാലും കോഫ്ലാൻഡിൽ പോകാനല്ലോ എടുത്തേക്കാന്ന് നോക്കി നോക്കാം. അങ്ങനെ ഞാൻ കോഫ്ലാൻഡിലെത്തി. സാധനങ്ങളൊന്നും വാങ്ങിച്ച് തുടങ്ങിയില്ല, ഇപ്പോൾ ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. ഇനി നോക്കണം എന്തൊക്കെ വേണം എന്നുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. അങ്ങനെ നമ്മുടെ പർച്ചേസിങ് ഏകദേശം കഴിഞ്ഞു കിട്ടും. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് നല്ല തിരക്കാണ്, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആൻഡ് എന്താ പറയുക, ഇനിയും കുറേ സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ശരിക്കും എനിക്കിതൊരു ഡീറ്റെയിൽഡ് പർച്ചേസിങ് വ്ളോഗായിട്ട് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. സോ അതുകൊണ്ട് ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ എവിടെ നിന്നൊക്കെയാണ് മേടിച്ചിട്ടുള്ളത് എന്നൊക്കെ. ഹലോ ഗായ്സ്, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ, ഞാൻ എവിടെയോ കാര്യമായിട്ട് യാത്ര പോവാന്നുള്ളത്. ഞാനൊരു സ്ഥലം വരെ പോവാണ്. ആൻഡ് ഞാനിപ്പോൾ ഇവിടെ ജർമ്മനി എത്തിയിട്ട് 1.5 വർഷമായി. അപ്പം തോന്നി ഒന്ന് നാട്ടിലേക്കൊക്കെ ഒന്ന് പോയാലോ എന്ന്. സോ പോയി നോക്കാം. ഗ്ലാസ് ഐറ്റംസൊക്കെ ആയിട്ട് പാക്ക് ചെയ്ത് പുറത്തിറങ്ങി. ദെൻ ഒരു 1 അവർ കൊണ്ട് കൊളോണൊക്കെ എത്തി. ബട്ട് ഒരു കാര്യം ഉണ്ടായില്ല. കൊളോൺ എത്തിക്കഴിഞ്ഞാണ് ഫുൾ ട്വിസ്റ്റ് സംഭവിച്ചത്. എൻ്റെ IC അങ്ങ് ഡിലേ ആയി, സ്റ്റോപ്പും ക്യാൻസലായി. അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ ഫൈനലി ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ എത്തി കേട്ടോ. എത്തിഹാദിലാണ് ഞാൻ പോകുന്നത്. അപ്പം 9:30 ആയിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. നൈറ്റ് 9:30 ആയിരുന്നു. അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് ബോർഡിങ് ചെയ്തു. ദെൻ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടായിരുന്നു ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ എത്തിഹാദിൽ ട്രാവൽ ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ആദ്യമായിട്ട് വന്നപ്പോൾ എയർ ഇന്ത്യയിലായിരുന്നു. അതിൽ നിന്ന് എനിക്ക് വളരെ ഒരു അപ്ഗ്രേഡ് പോലെയായിരുന്നു എത്തിഹാദിൽ കയറിയപ്പം. നാട്ടിൽ പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. ആൻഡ് നിയർലി എനിക്ക് തോന്നുന്നു ഒരു മൊത്തത്തിൽ നാട്ടിലെത്താൻ ഒരു 13.5 മണിക്കൂർ 12-13 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ എന്തായാലും വിൻഡോ സീറ്റൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി സൈഡിലെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു. ഈ വോർ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി ഫ്ലൈറ്റ് ക്യാൻസലായി പോകുമോ, നാട്ടിലെത്താൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വരുമോ എന്നൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസൊക്കെ ആയിരുന്നു. അങ്ങനെ പാക്ക് ചെയ്യാനൊക്കെ ഒരു മടിയായിരുന്നു. എന്തായാലും പോകാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ എന്തായാലും പോകാം എന്നുള്ള ഒരു പോസിറ്റീവ് ഒരു മൈൻഡ് വെച്ചിട്ട് അങ്ങ് ഇറങ്ങുമായിരുന്നു. എന്തായാലും ഫ്ലൈറ്റൊന്നും ക്യാൻസലായില്ല. ആകെ ഒരു ICക്ക് മാത്രമായിരുന്നു ചെറിയൊരു പ്രോബ്ലം പറ്റിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫ്ലൈറ്റ് പതിയെ ടേക്ക് ഓഫ് ഒക്കെ ചെയ്തു. ആൻഡ് ഓൺ ദ വേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. എന്താണെന്നറിയില്ല, ഒരുപാട് എന്താ പറയുക, എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ ഇരുന്ന് കുറേ വീഡിയോസ് നല്ല രീതിയിൽ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും ഉള്ളൊരു എന്താ പറയുക സിറ്റുവേഷനൊന്നും ആയിരുന്നില്ല. കുറേ നാൾക്ക് ശേഷം നാട്ടിൽ പോവുകയാണ്. അപ്പം നാട്ടിലെത്തിക്കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, ഇങ്ങനെ ഉള്ള ഓരോരോ തോട്ട്സിലൊക്കെ ആയിരുന്നു ഞാൻ. അങ്ങനെ ഇരുന്നിരുന്ന് ബോറടിച്ച് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക ട്രാവൽ മാപ്പൊക്കെ കാണുമായിരുന്നു.
പിന്നെ വൈകാതെ തന്നെ ഫുഡ് വന്നിട്ടോ. ഫുഡ് വാസ് സോ നൈസ്. നല്ല ഫുഡായിരുന്നു. മെയിൻ കോഴ്സ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ ബോറടിച്ച് ചെയ്യുന്നപ്പോൾ ഞാൻ ഒരു മൂവി കാണാം എന്നൊക്കെയുള്ള ഒരു പ്ലാൻ ഇട്ടു. ബട്ട് സ്റ്റിൽ ഞാൻ കണ്ടില്ല. രാവിലെ ഒരു 6:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അബുദാബി എത്തി കേട്ടോ. ആൻഡ് അബുദാബിയിലോട്ട് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള കുറച്ച് വിഷ്വൽസ് ഞാൻ എടുത്തതായിരുന്നു. സോ ഞാൻ ഫസ്റ്റ് ടൈം ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വിഷ്വൽസ് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ അബുദാബി എയർപോർട്ടിൽ എത്തി. നല്ല ടൈറ്റ് ലേ ഓവറായിരുന്നു. ജസ്റ്റ് ഒരു 1 അവറിൻ്റെ ഉള്ളിൽ മാത്രമേ ലേ ഓവർ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് എന്നാലും പെട്ടെന്ന് തന്നെ ഗേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് പോകാൻ പറ്റിയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഫ്ലൈറ്റിൽ കയറുന്നതിന് കുറച്ച് മുമ്പേ ഇരിക്കാൻ പറ്റി. പിന്നെ അങ്ങനെ അബുദാബിയിൽ നിന്ന് നെക്സ്റ്റ് ഫ്ലൈറ്റ് എടുത്തു കൊച്ചിയിലത്തേക്ക്. ഞാൻ കൊച്ചിയിലേക്കായിരുന്നു ടിക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ എനിക്ക് ട്രിവാൻഡ്രം എയർപോർട്ടാണ് അടുത്തെങ്കിൽ പോലും ഞാൻ കൊച്ചി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ആ ടൈമിൽ കൂടുതലും ഫ്ലൈറ്റ്സ് അവൈലബിൾ കൊച്ചിയിലോട്ട് തന്നെ ആയിരുന്നു. ആൻഡ് പതിയെ അബുദാബിയിൽ നിന്ന് ഇങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുകയാണ്. ഇനി ജസ്റ്റ് ഒരു 4.5 മണിക്കൂറും കൂടെ കഴിഞ്ഞ് നാട്ടിലെത്തുവാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. നാട്ടിലെ ടൈം നോക്കുവാണെങ്കിൽ ഒരു 2:15, 2:20 ആകുമ്പോഴത്തേക്കും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും എന്നാണ് ആസ് ഓഫ് നോ ഇപ്പോൾ വിചാരിക്കുന്നത്. അങ്ങനെ ദെൻ ഈ രണ്ടാമത്തെ ഫ്ലൈറ്റിൽ അങ്ങനെ TV എൻ്റർടൈൻമെൻറ്റ്സ് ഓപ്ഷൻസ് ഒന്നും തന്നെ ഇല്ല. വൈഫൈയും ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഫുള്ളി പുറത്തേക്ക് നോക്കിയിരിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ എനിക്കിപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഈ സെക്കൻഡ് ഫ്ലൈറ്റിൽ എനിക്ക് വിൻഡോ സീറ്റ് ഫ്രീ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാർ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം ഒരുപാട് ആൾക്കാരൊന്നും ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാലും മലയാളികൾ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ കുറച്ച് സീറ്റ്സൊക്കെ വേക്കൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിൻഡോ സീറ്റ്സൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. എപ്പോഴും ഇതുപോലെ കിട്ടുമെന്നൊന്നും അറിയില്ല. സോ പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. സീറ്റ് നമ്മൾ എടുക്കാണ്ട് തന്നെ എന്താ പറയുക, ബോർഡിംഗ് പാസ് കളക്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വിൻഡോ സീറ്റ് തന്നെയാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. സോ അതിലും ഞാൻ ഹാപ്പി ആയിരുന്നു. കാര്യം അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമല്ലോ. പക്ഷേ എടുത്ത സമയത്തെല്ലാം ഇങ്ങനെ പോർട്രേറ്റ് മോഡലായിപ്പോയി വീഡിയോ എടുത്തത്. അന്നേരം ജസ്റ്റ് ഞാൻ ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് വ്യൂക്ക് ഇങ്ങനെയായി പോയത്. ആൻഡ് ഇത് സെക്കൻഡ് ഫ്ലൈറ്റിലെ ഫുഡായിരുന്നു കേട്ടോ. അതും കുറച്ച് എന്താ പറയുക ലൈറ്റ് ഫുഡൊക്കെ ആയിരുന്നു. ആൻഡ് വാസ് നൈസ്. അങ്ങനെ ഫൈനലി കേരളത്തിൽ ഇങ്ങനെ എത്താൻ വേണ്ടിയിട്ട് ലാൻഡിങ്ങിനോടൊരു അടുത്തിങ്ങനെ നിൽക്കുവാണ്. ജസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സ് അത്ര പോലും വേണ്ട ലാൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ഫൈനലി ഫ്ലൈറ്റ് ലാൻഡായി എന്തായാലും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാവരും മെസ്സേജ് അയക്കുകയാണ്. അവർ ബോർഡിലൊക്കെ നോക്കിയിട്ട് ഫ്ലൈറ്റ് എപ്പോൾ എത്തും. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എത്താറായി, എത്തിക്കൊണ്ടിരിക്കുവാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ. ആൻഡ് അവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആൻഡ് ഫൈനലി ഞാൻ എത്തി. പുറത്തിറങ്ങിയപ്പോൾ തന്നെ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ പതുക്കെ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ലീവ് ചെയ്തിട്ടോ. ബിക്കോസ് നല്ല റഷ് ഉണ്ടായിരുന്നു. എന്തായാലും ഇനി നാട്ടിലെ ഓരോരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഓരോരോ വീഡിയോസ് വരുന്നുണ്ടായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ആൻഡ് ബൈ.